പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. പരിശുദ്ധ അമ്മയെ ഈ കാലഘട്ടത്തില് വളരെ തരം താഴ്ത്തി, വളരെ താണ രീതിയിൽ ഇകഴ്ത്തി പറയുന്ന ഒരു സമൂഹവും ഒരു സഭകൾ തന്നെയുണ്ട്. വ്യക്തികളുമുണ്ട്, സഭകളുമുണ്ട്. എന്നാൽ ആ സഭകളോ വ്യക്തികളോ പറയുന്നതോ ഒന്നും തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് അമ്മയെ കുറിച്ച് പഠിക്കുവാനായിട്ട് 2-3 തലങ്ങളുണ്ട്. അതില് ബൈബിളിൽ നിന്ന്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് പരിശുദ്ധ അമ്മയെ കുറിച്ച് പഠിക്കാം. അതുപോലെ തന്നെ വിശ്വാസ സത്യങ്ങൾ, മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസ സത്യങ്ങൾ, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണങ്ങൾ, പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങൾ. നമുക്ക് ഇന്ന് വിശ്വാസ സത്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. 4 വിശ്വാസ സത്യങ്ങളാണ് ഉള്ളത്. 1, പരിശുദ്ധ അമ്മ ദൈവമാതാവാണ്. 2, പരിശുദ്ധ അമ്മ കന്യകയാണ്. 3, പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്. 4, പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ്. ഇതിൽ ആദ്യത്തേത് ദൈവമാതാവാണ്. പരിശുദ്ധ മറിയം ദൈവമാതാവാണ് എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിന്റെ മാതാവ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർത്തും പുത്രനായ ഈശോമിശിഹായുടെ, യേശു ക്രിസ്തുവിന്റെ അമ്മയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുത്രനായ ദൈവത്തിന്റെ അമ്മ, പുത്രനായ ദൈവത്തെ പ്രസവിച്ചവൾ എന്ന അർത്ഥമുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഏശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനത്തില് ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുക: യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ആ യുവതി പരിശുദ്ധ മറിയമാണ്. പരിശുദ്ധ മറിയത്തിന്റെ അടുക്കിലേക്ക് ഗബ്രിയേൽ മാലാഖ വന്ന്, ലൂക്കായുടെ സുവിശേഷം 1:28 പറയുന്നുണ്ട്, കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെയെന്ന്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, സംഭാഷണങ്ങളെല്ലാം നമുക്കറിയാം. ഇത് കർത്താവിന്റെ ദാസി എന്ന് സമ്മതം നൽകിയപ്പോൾ യേശുവിനെ പ്രസവിക്കുമെന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ മറിയത്തെ അറിയിച്ചു. പ്രസവിച്ച കുഞ്ഞിന് യേശു എന്ന് പേരിടണം എന്ന് പോലും അറിയിക്കുകയുണ്ടായി. നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകും, നീ പ്രസവിക്കുന്ന കുഞ്ഞിന് യേശു എന്ന പേരിടണം. അപ്പൊ യേശുവിന്റെ അമ്മ പരിശുദ്ധ മറിയമാണ്. യേശു ദൈവപുത്രനാകയാൽ ദൈവപുത്രനെ പ്രസവിച്ചവൾ എന്ന അർത്ഥത്തിൽ യേശുവിന്റെ അമ്മ മറിയമാണ്. ഇനി ചിലപ്പോഴെല്ലാം മറ്റു പല കിംവദന്തികള് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് നമുക്ക് അറിയാം. അതില് ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുന്നു: അശുദ്ധമായതിൽ നിന്ന് വിശുദ്ധി ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കും? അശുദ്ധമായതിൽ നിന്ന് വിശുദ്ധി ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കും? ആർക്കും സാധിക്കുകയില്ല. ഒരുപക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ചതി, വഞ്ചന എന്ന രീതിയിലൊക്കെ 2 പാലിൽ നിന്ന് 3 പാലുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കും, 4 വെള്ളം ചേർത്ത്. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ് ചെയ്യുന്ന ആ പാലിന് പരിപൂർണമായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കില്ല. എന്നാൽ മറിയം പ്രസവിച്ച യേശുവിന് ഒരു ക്വാളിറ്റി കുറവുമില്ല. പരിപൂർണനാണ്. അപ്പൊ വിശുദ്ധമായതിൽ നിന്ന് വിശുദ്ധമായത് എടുക്കാൻ സാധിക്കൂ എന്ന് പറയുമ്പോൾ യേശു വിശുദ്ധി ഉള്ളവനാണെങ്കിൽ, പരിപൂർണ വിശുദ്ധി ഉള്ളവനാണെങ്കിൽ, അതിനർത്ഥം പരിശുദ്ധ അമ്മയും അതുപോലെ തന്നെയാണ്. ഈ സത്യം ലോകത്തെ അറിയിച്ചത് AD 431 ആണ്. AD 431 എഫേസൂസ് കൗൺസിൽ വെച്ച് പരിശുദ്ധ മറിയം ദൈവമാതാവാണെന്ന് അംഗീകരിച്ചു. AD 431 എഫേസൂസ് കൗൺസിൽ വെച്ച് അംഗീകരിക്കുകയും AD 451 കാൽസിഡോൺ കൗൺസിൽ വെച്ച് പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്ന് ലോകത്തോട് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ AD 451 പരിശുദ്ധ അമ്മ ദൈവമാതാവാണെന്ന് വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. 2-ാമത്തെ വിശ്വാസ സത്യം, പരിശുദ്ധ അമ്മ കന്യകയാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ തോമസ് അക്വിനോസ് തന്റെ ക്രിസ്ത്യാനുകരണം എന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിരിക്കുകയാണ്: ഭൂമിയിലുള്ള എല്ലാ സ്ത്രീകളും പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക്
പാപികളായിരിക്കും, പാപം ഉണ്ടായിരിക്കും. എന്നാൽ ഭൂമിയിൽ തന്നെ പ്രസവിച്ച യേശുവിന് പാപമില്ല. അപ്പോ പാപികളായ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന അമ്മമാർക്ക് ശരീരത്തിൽ വ്യതിയാനം ഉണ്ടായിരിക്കും. ഇവിടെ യേശുവിന് പാപമില്ല എന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ മറിയത്തിന് ശരീരത്തിൽ വ്യതിയാനമില്ല. നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിൽ പിറക്കുന്ന എല്ലാ മക്കളും പാപികളാണ്. പാപികളായ മക്കൾക്ക് ജന്മം നൽകുന്ന അമ്മമാർക്ക് ശരീരത്തിൽ വ്യതിയാനമുണ്ടാകും. എന്നാൽ മറിയം പ്രസവിച്ച കുഞ്ഞിന് യേശുവിന് പാപമില്ലാത്തതിനാൽ മറിയത്തിന് ശരീരത്തിൽ വ്യതിയാനം സംഭവിച്ചിട്ടില്ല. സെന്റ് അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: ഒരു ജനൽ പാളിയിലൂടെ പ്രകാശം അകത്തേക്ക് കടക്കുമ്പോൾ അപ്പുറത്തുള്ള പ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ആ ഗ്ലാസിന് ചില്ലിന് ഒന്നും സംഭവിക്കാത്തത് പോലെയാണ് മറിയം എപ്രകാരം ഗർഭം ധരിച്ചതോ അപ്രകാരം തന്നെയാണ് മറിയം യേശുവിനെ പ്രസവിച്ചതും. ഇത് ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ഇത് വിശ്വാസ സത്യമായി AD 553 കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിൽ വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു. AD 553. മൂന്നാമതായി പരിശുദ്ധ മറിയം അമലോത്ഭവ. നമുക്കറിയാം, അമലോത്ഭവം എന്ന് പറഞ്ഞാൽ ഉത്ഭവ പാപമില്ലാതെ ജനിച്ചവർ എന്ന അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പരിശുദ്ധ അമ്മയെ ഉത്ഭവപാപമില്ലാതെ ജനിച്ചവളാണെന്ന് പറയുമ്പോൾ അമ്മയെ കുറിച്ച് ബൈബിളില് ഏറ്റവും ആദ്യം ലോക ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക സ്ഥാനത്തേക്ക്, അവസ്ഥയിലേക്ക് പിതാവായ ദൈവം പരിശുദ്ധ മറിയത്തെ ഉയർത്തി സംരക്ഷിച്ച് വരികയായി. ഉൽപ്പത്തി 3:15 പറയുന്നുണ്ട്: നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത വളർത്തും. ഇത് ലോക ആരംഭത്തിൽ പറയുന്നതാണ്. അക്കാലം മുതൽ ഗലാത്യ 4:6 എത്തുന്നത് വരെ, 2000 വർഷം മുമ്പ് വരെ, ഗലാത്യ 4:6 പറയാണ് കാലസമ്പൂർണതയിൽ അവിടുന്ന് ഭൂജാതനായി. ഗലാത്യ 4:4 പറയാണ് കാലസമ്പൂർണതയിൽ അവിടുന്ന് സ്ത്രീയിൽ നിന്നും ഭൂജാതനായി. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സ്ത്രീ കാലസമ്പൂർണത വന്നപ്പോൾ യേശുവിന് ജന്മം നൽകി. അതുവരെ അവളെ അമലോത്ഭവ എന്ന അവസ്ഥയില് കർത്താവ് പിതാവായ ദൈവം കാത്തു സംരക്ഷിച്ചു. ഇതൊരു വിശ്വാസ സത്യമാണ്. ഇത് 1854 ഡിസംബർ 8 9 പിയൂസ് മാർപ്പാപ്പ അവാചിനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിലൂടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. നാലാമതായി പരിശുദ്ധ മറിയം സ്വർഗാരോപിതയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പല ഭിന്നഭിപ്രായമുണ്ട്. ഒരിക്കൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കെ, പരസ്യ ജീവിത കാലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കെ, ശിഷ്യൻ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പറയുകയുണ്ടായി: നിന്റെ അമ്മയും സഹോദരങ്ങളും ഇത് നിന്നെ പുറത്ത് കാത്തു നിൽക്കുന്നു. അതായത് പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിനെ കൂടാതെ കുറെ മക്കളുണ്ടായിരുന്നു. അതുപോലെ തന്നെ യേശുവിനെ പ്രസവിക്കുന്നത് വരെ ജോസഫും മറിയത്തെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷം അറിഞ്ഞ് കുറെ സന്താനങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ രീതിയിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. നമുക്കറിയാം അത് ഭാഷയിലെ വ്യാകരണത്തിന്റെ മിസ്റ്റേക്കാണെന്ന്. അത് ഭാഷാ വ്യത്യാസമാണ്, ഭാഷയിലുണ്ടായിരുന്ന മിസ്റ്റേക്കാണ്, കുറവാണെന്നുള്ളത് നമുക്ക് അറിയാം. പ്രിയമുള്ളവരെ, ഈ വിഭാഗക്കാരോട്, സംശയം പ്രകടിപ്പിച്ച ഭിന്നാഭിപ്രായക്കാരോട് 12 പിയൂസ് മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: പരിശുദ്ധ മറിയം ദൈവമാതാവാണ്, കന്യകയാണ്, അമലോത്ഭവയാണ്. അതിനാൽ തന്നെ അവൾ ഭൂമിയിൽ വസിക്കേണ്ടവളല്ല, സ്വർഗത്തിലായിരിക്കും അവളുടെ സ്ഥാനം. ഇതൊരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു. 1950 നവംബർ 1 പരമകാരുണികനായ ദൈവം എന്ന ചാക്രിക ലേഖനത്തിലൂടെ 12 പിയൂസ് മാർപ്പാപ്പ മറിയം സ്വർഗ ആരോപിതയാണ് എന്ന വിശ്വാസ സത്യം പ്രഖ്യാപിക്കുകയുണ്ടായി. ക്രിസ്തുവോട്